ഹായ് ഹലോ അസ്സാം വലൈക്കും. സൺഡേ ആയിട്ട് കുറച്ച് കല്ലുമ്മക്കായ കിട്ടി. ഞങ്ങളെ നാട്ടിൽ കടുക്കാന്ന് പറയും കേട്ടോ. അപ്പോൾ ചാലിയ സ്പെഷ്യൽ കടുക്കയാണ്. കടുക്ക അത്യാവശ്യം വൃത്തികേടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 2-3 വെള്ളത്തിൽ കഴുകി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഗ്യാസ്മേ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോഴാണ് ഇതുപോലെ ഇങ്ങ് തുറന്ന് വരിക. തുറന്ന് വരുന്ന സമയത്താണ് നമ്മൾ അതിനുള്ളിലുള്ള കാമ്പ് എടുക്കുക കേട്ടോ. ആ കാമ്പിനകത്ത് കുറച്ച് പുല്ലും അതുപോലെ തന്നെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് അതൊന്നും ഇല്ല, അത് ചെറുതായതുകൊണ്ടാണ് കേട്ടോ. വലുതാണെങ്കിലാണ് അങ്ങനെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് കറി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവി അല്ലെങ്കിൽ ഫ്രൈ എന്നൊക്കെ പറയാം കേട്ടോ. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂണോളം പെരുജീരകം, പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായി കീറിയത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 2 സവാള നൈസാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് വാടി വരുന്ന സമയത്ത് 2 തക്കാളി പഴുത്ത എണ്ണ എടുക്കണേ. തക്കാളി ഒരുപാട് ചേർക്കേണ്ട, ചെറുത് 2 മതി കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടും കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് ചേർത്തെടുക്കും കേട്ടോ. കുരുമുളക് പൊടി ഞാനിവിടെ കാണിച്ചിട്ടില്ല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ആ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടുക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ കടുക്ക വേവിച്ചെടുത്ത് ആ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാനത് വേവിക്കാൻ വേണ്ടി വെച്ചത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ വെള്ളം എടുക്കാം. ഈ വെള്ളം എടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കടുക്കയുടെ ഒരു അടിപൊളി ടേസ്റ്റ് ആ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. സാധാരണ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കടുക്ക നമ്മൾ ഫ്രൈ ആക്കുമ്പോഴോ അല്ലെങ്കിൽ കറി വയ്ക്കുമ്പോഴോ അത്ര ടേസ്റ്റൊന്നും കിട്ടില്ല. അതിന് നമ്മൾ എപ്പോഴും വാങ്ങേണ്ടത് നമ്മൾ പച്ചയിൽ തൊലിച്ചിട്ട് കടുക്ക എടുക്കില്ല, ആ കടുക്കാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇതുപോലെ ഫ്രൈ ആക്കാനും കറി വെക്കാനൊക്കെ. പൊരിക്കാൻ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ മസാല തേച്ച് വെച്ചിട്ടുള്ള കടുക്കയുണ്ട്, അതങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. മക്കൾക്ക് എപ്പോഴും പൊരിച്ചതാണ് ഇഷ്ടം. എനിക്കും ഈ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഇതിപ്പോൾ നന്നായിട്ട് എന്താ പറയുക, ചെറിയ കടുക്കയാണ്. ഇത് വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയണ്ട, ഭയങ്കര ടേസ്റ്റായിരിക്കും ഉണ്ടാവുക. എന്നാലും എനിക്ക് തോന്നുന്നു ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല. ചെറുതാണ് വലുതാണ് വിചാരിച്ചിട്ട് വലിയ കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്ക് എപ്പോഴും നമ്മൾ ചോറ് തന്നെ വേണം കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നോക്കിയത് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ചട്ടി ഉണ്ടല്ലോ, ഇതെല്ലാം കോരി മാറ്റിയിട്ട് ഈ ചട്ടിയിൽ കുറച്ച് ചോറ് ഇട്ടിട്ട് തിന്നണം കേട്ടോ. അയ്യോ, ഒന്നും പറയണ്ട, ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചോറ് വിളമ്പുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ടില്ല. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റ് വെച്ചു. ആവശ്യത്തിനുള്ള ചോറ് ഞാൻ വിളമ്പി അതിലേക്ക് ഇടുന്നുണ്ട്. അത് ചൂടുള്ള ചോറാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പൊരിച്ചത് ഇട്ട് കൊടുക്കാം. പൊരിച്ച കടുക്കയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ നന്നായിട്ട് കുറുകി ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കടുക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 കയ്യിൽ എന്താ പറയുക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മസാല ആയിട്ടുള്ള കടുക്ക കറികളൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. ഒന്നും പറയാനില്ല, ഒടുക്കത്തെ ടേസ്റ്റാണ്. അപ്പോൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി നോക്കൂ കേട്ടോ. ഒന്നും പറയണ്ട, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്